സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. സിനിമാ മേഖലയിലെ തുല്യവേതനം സംബന്ധിച്ച് ഹേമ കമ്മിറ്റിയിൽ തന്നെ ഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. തുല്യവേതനവും മെച്ചപ്പെട്ട വേതനവും വേണമെന്നായിരുന്നു കമ്മിറ്റി അംഗം വത്സകുമാരി നിർദ്ദേശിച്ചത്. എന്നാൽ ഇതിനെ മറ്റൊരംഗമായ നടി ശാരദ എതിർത്തു. സിനിമയിലെ ഹീറോ ആരാണെന്നതാണ് ജനം ആദ്യം ചോദിക്കുക. അതുകൊണ്ട് തുല്യവേതനമെന്ന ആവശ്യത്തോട് യോജിക്കുന്നില്ലെന്നാണ് ശാരദയുടെ അഭിപ്രായം. മദ്യവും മയക്കുമരുന്നും ക്രിയേറ്റിവിറ്റി കൂട്ടുന്നുവെന്ന് വാദിച്ചാണ് സിനിമാ സെറ്റുകളിലെ വ്യാപക ലഹരി ഉപയോഗമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ലഹരിയുടെ മറവിലാണ് പലപ്പോഴും ലൈംഗികാതിക്രമം അരങ്ങേറുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. സംവിധായകൻ ഉപദ്രവിച്ചെന്ന് തുറന്നു പറഞ്ഞ നടിയെ സഹപ്രവർത്തകർ നിശബ്ദരാക്കി. പുതിയ കാലത്ത് സ്ത്രീകളുടെ വസ്ത്രധാരണം ശരിയല്ലെന്നാണ് കമ്മിറ്റി അംഗമായ നടി ശാരദയുടെ അഭിപ്രായം. താരദൈവങ്ങളെ സൃഷ്ടിക്കാൻ പണം നൽകി ഫാൻസ് അസോസിയേഷനുകൾ ഉണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ഓഡീഷനുകളിൽ, ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ, കിടപ്പുമുറികളിൽ, സുരക്ഷിതമല്ലാത്ത തൊഴിൽ സാഹചര്യങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. അതിൽ പ്രധാന ട്രിഗറിംഗ് ഫാക്ടറുകളിൽ ഒന്നായി പറയുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. സിനിമാ രംഗത്ത് ജോലിസ്ഥലങ്ങളിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് പതിവാണ്. മിക്ക താരങ്ങളും മദ്യപിച്ചാണ് ലൊക്കേഷനുകളിൽ എത്തുന്നത്. ചിലർ മയക്കുമരുന്ന് ഉപയോഗിച്ചെത്തും. ലഹരി ക്രിയേറ്റിവിറ്റി കൂട്ടുമെന്ന് പറഞ്ഞാണ് ഇതൊക്കെ നടക്കുന്നത്. എന്നാൽ ഈ ലഹരിയുടെ മറവിലാകും ലൈംഗികാതിക്രമം. ഇവരെ നിലയ്ക്ക് നിർത്താൻ ആർക്കും കഴിയില്ല. സിനിമാ സെറ്റിൽ സംവിധായകൻ ലൈംഗികോപദ്രവം നടത്തിയതിനെ കുറിച്ച് ഹേമ കമ്മിറ്റി മുമ്പാകെ തുറന്നു പറയുന്നുണ്ട് ഒരു നടി. സംവിധായകനെ എതിർത്ത് പുറത്തു വന്ന് ലൊക്കേഷനിൽ സഹപ്രവർത്തകരോട് കാര്യം പറഞ്ഞപ്പോൾ ആരും ഒന്നും പ്രതികരിച്ചില്ല. ഒന്നും പുറത്തു പറയേണ്ടെന്നും സഹകരിച്ചേക്കെന്നുമായിരുന്നു സഹപ്രവർത്തകർ പിന്നെ നടിയോട് പറഞ്ഞത്. സിനിമ മുന്നോട്ടു പോകാൻ അങ്ങനെ ചെയ്യണമെന്നായിരുന്നു ന്യായം. പുതുമുഖങ്ങളായി എത്തുന്നവരാണ് ചതിക്കുഴിയിൽ പെടുന്നത്. ചതിയെന്ന് തിരിച്ചറിയുമ്പോഴേക്കും വൈകിപ്പോകും. സൂപ്പർ സ്റ്റാറുകളുടെ മാർക്കറ്റ് വാല്യൂ പെരുപ്പിച്ചു കാട്ടാൻ ഫാൻസ് അസോസിയേഷനുകളുണ്ട്. പണം കൊടുത്ത് പലരെയും അംഗങ്ങളാക്കും. ഈ ഫാൻസ് അസോസിയേഷനുകൾ മറ്റുള്ളവരെ താറടിച്ച് കാണിക്കും. പണ്ട് തിയേറ്ററുകളിൽ കൂവി തോൽപ്പിക്കുകയും ഇപ്പോൾ അത് സൈബർ ബുള്ളിങ്ങായി മാറുകയും ചെയ്തു. ഈ സൂപ്പർ സ്റ്റാറുകളാണ് പിന്നെ നിർമ്മാതാക്കൾക്ക് പോലും സംവിധായകനെ കിട്ടണോ സിനിമ കിട്ടണോ എന്ന് തീരുമാനിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട ജോലിസ്ഥലങ്ങളിൽ മദ്യവും മയക്കുമരുന്നും പൂർണ്ണമായി നിരോധിക്കണമെന്നാണ് ഹേമ കമ്മിറ്റി നിർദ്ദേശിക്കുന്നത്.